കോഴിക്കോട് ബേപ്പൂരിൽ കഴുത്തറത്ത നിലയിൽ ഒരു മൃതദേഹം. 3 സ്റ്റാർ ലോഡ്ജിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് പരിശോധന നടത്തുകയാണ്. സാനിയ മനോമിയുണ്ട് സ്ഥലത്തു നിന്നും. സാനിയ മനോമി, എന്താണ് സംഭവം? എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ ലോഡ്ജിലെ രജിസ്റ്ററിൽ ഇയാളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അരുൺ, ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. നമുക്കിപ്പം ഇപ്പോൾ ഉള്ളത്, ഇദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. സോളമൻ എന്നാണ് പേര്. കൊല്ലം സ്വദേശികളായ സോളമന്റെ സുഹൃത്തുക്കളായ ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. 3 സ്റ്റാർ ലോഡ്ജിൽ ഇന്നലെയാണ് വന്നിരിക്കാനുള്ള സാധ്യത. ഇന്നിപ്പോൾ രാവിലെ ഈ ലോഡ്ജ് ഉടമ ലോഡ്ജ് വൃത്തിയാക്കാനും മറ്റുമായി വന്നപ്പോഴാണ് ഇത്തരത്തിൽ കഴുത്തറുത്ത നിലയിലൊരു മൃതദേഹം കാണുന്നതും അത് പോലീസിനെ അറിയിക്കുന്നതും. നിങ്ങളുടെ നാട്ടുകാരനാണ്? ഞങ്ങളുടെ നാട്ടുകാരനാണ്. സുഹൃത്താണ്. അടുത്ത വേറെ സ്ഥലത്താണോ അയാൾ ഇവിടെ ചെമ്പൻസ് ലോഡ്ജിലാണ് താമസിക്കുന്നത്. ചെമ്പൻസ് ലോഡ്ജ്. അവിടെ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങോട്ട് പോകുന്നത്, ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് പറയുന്നത്. എന്തിനാ വന്നേന്ന്? എന്താണെന്ന് അറിയില്ല. അപ്പുറത്ത് കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയ ആളാണ്. ആരെങ്കിലുമായി വിദ്വേഷമോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും അറിയത്തില്ല. അറിയില്ല. എപ്പോഴാണ് രാവിലെ ഏത് സമയത്താണ്? രാവിലെ ഇവിടുത്തെ ഇവിടുത്തെ ആൾ ഇവിടുത്തെ ലോഡ്ജ് നോക്കുന്ന ആളില്ല. അയാൾ റൂമൊക്കെ അടിച്ച് തൂത്തുവാരാനായിട്ട് വന്നപ്പോഴത്തേനാണ് ഇത് കാണുന്നത്. ആന്റണി അങ്ങോട്ട് പോകുന്നു. ആന്റണി പറഞ്ഞാൽ ഞങ്ങളിലൂടെ പണിയെടുക്കുന്നത്. പണിയെടുക്കുന്നത് കൊല്ലംകാരൻ. ഞങ്ങളെല്ലാം കൊല്ലക്കാരാണ്. എത്ര വയസ്സുണ്ടാവും? എന്തായാലും ഒരു 65 മേലെ ഉണ്ടാവും. ഏതായാലും 65 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആന്റണി എന്ന് പറയുന്ന ബോട്ടുടമയ്ക്കൊപ്പമാണ് ഇയാൾ പണിയെടുക്കുന്നത്. വലപ്പണിക്കാരനാണ്. ആന്റണിക്കൊപ്പമാണ് പണിയെടുക്കുന്നതെന്ന് പറയുന്നു. 3 സ്റ്റാർ ലോഡ്ജിന്റെ ആളുകളാണോ? മലയാളിയാണോ? 3 സ്റ്റാർ ലോഡ്ജ് ഇവിടുത്തെ പണിക്കാനല്ല, ഇവിടുത്തെ മുതലാളിന്റെ മകനാണ്. എപ്പോഴാണ് കണ്ടത്? രാവിലെ പൊളിച്ച് ഉപ്പ വന്നപ്പോഴാണ് കണ്ടത്. ഉപ്പയാണ് കണ്ടത്. റൂം തുറന്നിട്ട നിലയിലായിരുന്നു? അല്ല, റൂം ഡോറ് ലോക്ക് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ മനസ്സിലായി? പുറത്ത് ചോരണേ ഡോറിന്റെ പുറത്ത്. അപ്പോൾ അതെന്താ നോക്കിയതാണ്. അപ്പോൾ അതിലാണ് കണ്ടത്. ഉപ്പ ഇപ്പൊ എവിടെയാണ്? ഇപ്പോൾ മുകളിലുണ്ട്. ഏകദേശം എത്ര മണിയാകും കണ്ടിട്ടുണ്ട്? അപ്പോൾ അവിടുന്ന് ഒരു ഏകദേശം 7 മണിയാകുമ്പോഴത്തേനാണ് വരല്. അത് വൃത്തിയാക്കാനും മറ്റുമായി വന്നതായിരിക്കും. അപ്പോൾ വൃത്തിയാക്കാൻ ആ വിവരം തന്നെയാണ് ലോഡ്ജിന്റെ മുതലാളിയുടെ മകനും തരുന്നത്. അതായത് അദ്ദേഹം പുറത്ത് ഈ സാഹചര്യത്തിൽ കൊലപാതകത്തിലേക്കാണ് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം പോലീസ് അക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കുന്നില്ല. പോലീസ് മൃതദേഹം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രം പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. എന്താണ് സാധ്യത? അതൊന്ന് നമുക്ക് ചോദിക്കാം. ഈ മുറി എടുത്തിരുന്നത് ഈ സോളമന്റെ പേരിലാണ്? വേറെ ആളെ പേരിൽ. ആ പേരെന്താ? അനീഷിന്റെ പേരിലാണ് മുറി എടുത്തത്. മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടാണോ ഉണ്ടായിരുന്നത്? പുറത്തുനിന്ന് പൂട്ടി. അപ്പം ഇദ്ദേഹത്തിന്റെ പേരിലല്ല മുറിയെടുത്തത്. അനീഷ് എന്ന് പറയുന്നയാളുടെ പേരിലാണ് മുറിയെടുത്തിരിക്കുന്നത്. പുറത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മുറി എന്ന് പറയുന്നത്. മുന്നിലുണ്ട്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. അനീഷ് എന്ന പേരുള്ള ആളാണ് മുറിയെടുത്തത്. അയാൾ പുറത്തുനിന്ന് മുറി പൂട്ടി പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു കൊലപാതകമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ സംശയിക്കാം. കാര്യം പുറത്തുനിന്ന് പൂട്ടിപ്പോയി. ഇയാളുടെ പേരിലല്ല, മറ്റൊരാളുടെ പേരിലാണ് മുറിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാനിയ മനോമിയും റിപ്പോർട്ടർ സംഘവും അവിടെ തന്നെയുണ്ട്. അനീഷ് എന്ന പേരുള്ള അനീഷിനെ ഇപ്പോൾ കാണാനുണ്ടോ എന്ന് കൂടി ഒന്ന് ചോദിക്കാമോ സാനിയോ? അനീഷ് അവിടെ ഉണ്ടോ? അനീഷ് എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? അയാളെ കാണാനില്ല. വീട്ടിൽ പോയതാണ്. അയാളുടെ വീട് എവിടെയാ? കൊല്ലത്ത് തന്നെയാണ്. അപ്പം ഇയാളും കൊല്ലംകാരനാണ്, അനീഷും കൊല്ലംകാരനാണ്. എപ്പോഴാണ് അനീഷ് വീട്ടിൽ പോയതെന്ന് ചോദിക്കാമോ? വെള്ളടിച്ചോണ്ടിരിക്കുക. അനീഷ് ഇന്നാണ് വീട്ടിൽ പോയത്? അറിയാം. നൈറ്റ് തന്നെ പോയി. വെള്ളടിച്ചോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്ത് പണിക്ക്? ഈ പണിക്കാർ ഹാർബറിലെ പണിയാണ്. ഇയാളെ രണ്ടുപേരെ അറിയുന്നതാണ്. സോളമനെ കണ്ടിട്ടുള്ളതാണ്. കണ്ടിട്ടുണ്ടല്ലേ? നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ഈ അനീഷും അവിടുത്തെ പണിക്കാർ മനസ്സിലായി. അനീഷും സോളമനും അവിടുത്തെ പണിക്കാരാണ്. അനീഷ് ഇന്നലെ രാത്രി പോയി. ഇന്ന് രാവിലെ തലയറുത്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും മറ്റൊരാളായിരിക്കുമല്ലോ പൂട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതൊരു കൊലപാതകമല്ലേ എന്നൊരു സംശയം ഈ സാഹചര്യത്തിലുണ്ട്. അതിന് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് നൽകും. അല്പസമയത്തുള്ളിൽ നമുക്ക് വിശദീകരണത്തിനായി കാത്തിരിക്കാം. ബേപ്പൂരിലാണ് ഇപ്പോൾ ലോഡ്ജിൽ ഒരു മൃതദേഹം കണ്ടെത്തിയ വിവരം സാനിയ മനോമി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ